വാർത്തകളിലേക്ക് വീണ്ടും CBSE പരീക്ഷ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള തീയതി മറ്റന്നാൾ അവസാനിക്കും. പണം റീഫണ്ട് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ആരംഭിച്ചതായും സാങ്കേതിക തകരാറുകൾ പൂർണ്ണമായും പരിഹരിച്ചതായും CBSE വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഉത്തരപ്പകർപ്പ് മാറിപ്പോയതിൽ ഖേദം പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം CBSE രംഗത്തെത്തിയിരുന്നു. കേന്ദ്രം നിയോഗിച്ച പ്രത്യേക സഹായ സംഘം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. നോബിൾ, സൈറ്റിന്റെ പ്രശ്നം, സാങ്കേതിക പ്രശ്നം, എല്ലാ തിരുത്തലുകളും വരുത്തിയിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട്, സമയം നീട്ടി നൽകിയിട്ടുണ്ട് എന്നൊക്കെ വിശദീകരിക്കുമ്പോഴും നട്ടം തിരിഞ്ഞു പോയത് വിദ്യാർത്ഥികളാണ്. നോബിൾ മാരിക്കാരൻ, രാജ്യത്ത് +2 CBSE വിദ്യാർത്ഥികൾ വലിയ തരത്തിൽ ആശങ്കയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യത്ത് കാണാൻ കഴിയുന്നത്. പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് അത് വെബ്സൈറ്റ് ഉണ്ടായ പ്രതിസന്ധി ആകട്ടെ, അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധി ആകട്ടെ, അതൊക്കെ വലിയ തരത്തിൽ വിദ്യാർത്ഥികൾ പ്രതിസന്ധി ഉണ്ടാക്കി എന്നതാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും പുനർമൂല്യനിർണ്ണയത്തിലുള്ള സമയപരിധി ശനിയാഴ്ച മറ്റന്നാൾ അവസാനിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകൾ അടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം എത്തിച്ചേർന്ന നടപടി പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ എന്താണെങ്കിലും CBSE ആയിട്ട് അറിയിക്കുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ വെബ്സൈറ്റിലെ പ്രതിസന്ധി അടക്കമുള്ള പരിശോധിക്കാൻ പ്രത്യേക സമിതി അടക്കം നിയോഗിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഹാക്കിംഗ് അടക്കമുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഹാക്കിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മറ്റ് ആശങ്കകൾക്ക് അടിസ്ഥാനം ഇല്ല എന്നതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം അറിയിക്കുന്നത്. ഉന്നതതല യോഗം ചേർന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട് എന്ന് CBSEയും അറിയിക്കുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റന്നാൾ പുനർമൂല്യനിർണ്ണയത്തിനുള്ള സമയപരിധി, അതായത് അപേക്ഷിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അധികൃതർ. നേരത്തെ വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസ് മാറിപ്പോയത് അടക്കമുള്ള കാര്യങ്ങളും ഒപ്പം ഉയർന്ന ഫീസ് ഇത്തരത്തിൽ ഉത്തരക്കടലാസുക്ക് മേടിച്ചതുമൊക്കെ വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. ഈ ഉയർന്ന ഫീസ് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പണം തിരിച്ചെടുക്കാനുള്ള നടപടികളും എത്രയും വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതും എത്രയും വേഗം പ്രശ്നം പരിഹരിക്കും എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. റിജിത്ത്, നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുക.